മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി വന്നിരിക്കുന്നത് മഞ്ജു പിള്ളയും സുജിത്തുമാണ്. അവരുടെ കൂടെ അവരെ പ്രണയകാലത്ത് സഹായിച്ച രണ്ട് വ്യക്തികളും കൂടെയുണ്ട്. ഡയറക്ടർ ആർ ഗോപിനാഥ്, മനു വർമ്മ. എല്ലാവർക്കും നമസ്കാരം. മഞ്ജു, എന്താണ് ഈ പ്രണയത്തിൽ കൂടി എന്താണ് ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ പ്രണയത്തിൽ കൂടി പ്രതീക്ഷിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്ക് ഭർത്താവ് എപ്പോഴും വിളിക്കണം, ഭർത്താവിൻ്റെ സാമീപ്യം എപ്പോഴും വേണം, അല്ലെങ്കിൽ കെയർ ചെയ്യണം. പക്ഷേ പ്രണയിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണും കൂടെ ആയിരിക്കണം ഭാര്യ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കാമുകി എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കല്യാണം കഴിക്കാമോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് നോക്കിയിട്ട്, ഇപ്പോൾ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു വെച്ച് ഞാൻ പ്രണയിച്ചിരുന്ന സമയത്തുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഇതല്ല എനിക്ക്, റിപ്ലൈ അല്ല എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം. കാരണം അദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറാണ്, കൂടുതൽ സമയം വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ അതിനൊക്കെ ഞാനപ്പോൾ ആ സമയത്ത് വർക്കുകൾ കുറച്ചു, മോളും കൂടെ ഉണ്ടായി വർക്കുകൾ കുറച്ചു. ആ സമയത്ത് വീട്ടിലില്ല, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നില്ല, ഈ പ്രണയിച്ച സമയത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞതെന്ന് പറയാൻ പോകുമ്പോഴാണ് അവിടെ ഉടക്കുകൾ വരുന്നതും. ഒരു അണ്ടർസ്റ്റാൻഡിങ് കപ്പിളായിരിക്കണം എന്നതാണ് ഒരു പ്രണയത്തിൻ്റെ. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതൊരു കാര്യമാണ്. പക്ഷേ ഞാൻ സുജിത്തിനോട് ചോദിക്കുകയാണ്, സുജിത്തിൻ്റെ മനസ്സിൽ ഭാര്യ എന്നുള്ള സങ്കല്പം എന്തായിരുന്നു? മുമ്പൊരു പാട്ടില്ല, പൂമുഖവാദികൾ, അങ്ങനെയൊക്കെ ആയിരുന്നു സങ്കല്പം. പക്ഷെ ജീവിച്ചു തുടങ്ങിയ പിന്നെ അതിന് ആ സങ്കല്പത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിയ പിന്നെ ശരിക്കും ഫസ്റ്റ് ഡേ ഇങ്ങനെ തുളസിക്കതിരി ചൂടി ചായം കൊണ്ടുവരണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നിൽ നിന്നോ ചേച്ചി? ദൈവമേ, അത് നമ്മളോട് ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ പറയുമായിരുന്നല്ലോ. നമ്മൾ ആദ്യകാലത്ത് വളരെ ചെറുതിലേക്ക് എല്ലാവർക്കും പ്രേമം തോന്നുന്ന സമയത്ത് അത്തരം ആ പാട്ടൊക്കെ ഇറങ്ങിയ കാലഘട്ടമൊക്കെ അതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ, ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാം. എനിക്കും അങ്ങനെ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ജീവിതം അതൊന്നുമല്ല, എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്, അഡ്ജസ്റ്റബിൾ ആയിരിക്കണം എല്ലാവരും. അതിൻ്റെ കൂട്ടത്തിൽ അത് നമുക്ക് വാക്കിലൂടെയൊക്കെ പറയാനേ പറ്റുള്ളൂ. പ്രണയം മധുരമാണ്, പ്രണയം ആനയാണ്, ചേനയാണ്, പ്രണയത്തിന് ഭയങ്കര ദിവ്യമായ അനുഭവം. അതൊക്കെ എൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു ആഫ്റ്റർ ജീവിതത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പ്രണയം ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും മധുരതരം തന്നെയാണ് പ്രണയം. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ജീവിതത്തിൻ്റെ വേറൊരു ഭാഗം കൂടി നമ്മൾ ജീവിച്ച് തീർക്കണം. പ്രണയിച്ച് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും വീട്ടിലൊന്നും കൊണ്ടു തരില്ല. നമ്മളപ്പോൾ അതിനോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. നമുക്ക് ജീവിക്കണം, നമുക്ക് കുട്ടികളുണ്ടാകും, അവരെ വളർത്തണം, അവരുടെ നിലയിലെത്തിക്കണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഇപ്പോൾ ഈ ചേച്ചി പ്രണയം എന്ന് പറയുന്നത് ഈ ഒരിക്കലും ഈ കുറച്ചു കാലം പ്രണയിച്ച് കിടക്കുക, കല്യാണം കഴിച്ചാൽ അവസാനിക്കേണ്ട ഒരു സംഗതിയല്ല പ്രണയം. അത് എനിക്ക് തോന്നുന്നു അതൊരു ലൈഫ് ലോങ്, അത് ലൈഫ് ടൈം, ഒരു ഫുൾ ലൈഫ് ടൈമിൽ ഒരാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു വികാരമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ സുജിത്ത് പറഞ്ഞു പൂമുഖവാതിൽക്കൽ ഒക്കെ പ്രതീക്ഷിച്ച ഒരു ഭർത്താവായിരുന്നു എന്ന്. എങ്ങനെയാണ് ഈ മഞ്ജുവായിട്ട് പരിചയപ്പെടുന്നതും ഈ മഞ്ജുവിൽ നിന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവുന്നതും? അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നു. പരിചയപ്പെടുക എന്നുള്ളതൊക്കെ ഞാനും ഈ ഫീൽഡിൽ തന്നെ ആയിരുന്നു. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ക്യാമറ എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. ആ സ്ട്രഗ്ലിംഗ് ടൈമിൽ ഞാൻ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ശരിക്കും മഞ്ജു പരിചയപ്പെടുന്നതൊക്കെ. എസ്പെഷ്യലി ഗോപി സാറിൻ്റെ സെറ്റിൽ നിന്നാണ് ആക്ച്വലി പരിചയം തുടങ്ങുന്നത്. ഇവരാണോ ഹംസങ്ങൾ? അല്ല, സാറിന്റെ കൈരളിയിലെ ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, അതിന്റെ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു ഏട്ടൻ. പക്ഷെ അത് ഞാൻ പിന്നീട് കല്യാണം കഴിഞ്ഞ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതെ, ആ സമയത്തൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏട്ടൻ പറയുമായിരുന്നു ആ സമയത്ത് ഭയങ്കര പ്ലസന്റ് ആയിരുന്നു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവരുടെ അടുത്തും ഭയങ്കര സോഷ്യലായിട്ട് ഗുഡ് മോർണിംഗ്. പക്ഷെ ആ സമയത്തൊക്കെ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞോട്ടൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. എന്നിട്ട് എന്താണ് പ്രണയം തോന്നാനുള്ള പ്രധാന ഘടകം? ആ സമയത്ത് പ്രണയിച്ചിരുന്നു ഏട്ടാ? ഇല്ല. എപ്പോഴാണ് തോന്നിയത്? തുറച്ചു നോക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി ഓർമ്മിപ്പിക്കുകയാണെന്ന്. മരുഭൂമിയിൽ പൂക്കാലം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏട്ടൻ എന്നോട് വന്നിട്ട് കല്യാണം കഴിഞ്ഞു, ഐ ലവ് യു എന്ന് പറഞ്ഞു. ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി, പറഞ്ഞ പോലെ ഐ ലവ് യു എന്ന് പറഞ്ഞു. കാരണം സാറിനൊക്കെ അറിയാം, സാറിനോട് ചോദിച്ചാൽ കറക്റ്റ് പറയും. എനിക്കൊരു കാര്യം പറയാം, അതായത് ഇവര് പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞ ലോകത്ത് പലരും പ്രണയിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും റൊമാൻറ്റിക് അല്ലാത്ത രണ്ട് പേര് എങ്ങനെ എനിക്കറിയാം. ഇവര് പ്രേമമാണെന്ന്
ഷോക്കായിരുന്നു. മഞ്ജു മറ്റേ ആള് സുജിത്ത് രണ്ടുപേരും കാരണം ഈ പറഞ്ഞ പോലെ സുജിത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സുജിത്ത് രാവിലെ ഗുഡ് മോർണിംഗ് പറയും, ആരും സംസാരിക്കത്തില്ല. പ്രത്യേകത മഞ്ജു ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഓവറായിട്ട് സംസാരിക്കണം. ഈ നമ്മൾ പ്രണയിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നാണം, അത് അങ്ങനെ ഒരു സാധനം മഞ്ജു നാണമാനമില്ലാതെ. അപ്പൊ ഇവര് പ്രേമം എന്നൊക്കെ ഇടയ്ക്ക് ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നൊരു ഫോണിൽ മഞ്ജു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കരഞ്ഞു കാണും. അപ്പൊ ഞാനിങ്ങനെ സെറ്റിൽ ചെന്ന് പറ്റി കാരണം മഞ്ജു അങ്ങനെ കരയില്ല, കാരണം ചിലപ്പോൾ ചീത്ത പറയാം അതുവരെ. അപ്പം പറയും ഇങ്ങനെ, അപ്പോഴാണ് സുജിത്ത് എന്നുള്ള പേര്. അപ്പം ഞാൻ അപ്പോഴും ഈ സുജിത്താന്ന് എനിക്കറിയില്ല. സുജിത്ത് വേറെ സുജിത്ത് വേറെ ഉണ്ട്. ഞാൻ അത് എന്താണ് സംഭവം, അത് അങ്ങനെ എന്താണ് ഞാൻ സുജിത്ത് ഫോണിൽ സംസാരിക്കും എന്തോ ഇവർ തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് കാരണം ഒന്നും ആയിട്ടില്ല. പിന്നെ അവരെ വിവാഹം കഴിഞ്ഞു. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് എന്താ റോള് വരുന്നത് ശരിക്കും ഈ പ്രേമത്തിന് ഞാനൊന്നും നമ്മുടെ വക ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പറഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്തു എന്നുള്ളൊരു സാഹചര്യം അതും മനഃപൂർവ്വം നമ്മൾ ചെയ്തു കൊടുത്തതല്ല, അങ്ങനെ സംഭവിച്ചു. സാർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, മഞ്ജു പ്രണയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് പറയാ. സുജിത്ത് സത്യം പറയണം, ഫസ്റ്റ് പ്രണയമായിരുന്നു അത്? ഒരിക്കലും അല്ല. എത്ര പേരെ പ്രണയിച്ചു? ഇത് ഈ സ്പോട്ടിൽ തന്നെ മഞ്ജുവിനോട് ചോദിക്കും. അല്ല മഞ്ജു നേരത്തെ ഈ പറഞ്ഞ മാതിരി എല്ലാവരോടും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരിക്കുമോ എന്നുള്ള ഒരുപാട് മനുഷ്യരല്ലേ, ഒരുപാട് പ്രണയമൊന്നുമില്ല, മനുഷ്യരല്ലേ. ഓഫ് കോഴ്സ് നമുക്ക് പ്രണയം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രണയം തോന്നിയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പ്രണയമില്ലാതെ എന്ത് ജീവിതം? ഒരിക്കലും ഞാനിപ്പോ ഇത് ചേച്ചി വേറൊരു കാര്യം പറയാലോ, പരസ്പരം സംസാരിച്ച് പരസ്പരം എന്റെ നെഗറ്റീവ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. അല്ല, സുജിത്ത് ആദ്യം ഈ പ്രണയത്തിൻ്റെ കാര്യം ഇഷ്ടമാണെന്നുള്ള കാര്യം, പ്രണയത്തിൻ്റെ കാര്യമല്ല ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് അവൻ പറയുന്നത്. മരുഭൂമി പൂക്കാലത്തിൻ്റെ സെറ്റിൽ എന്നോടും ഡയറക്ടർ സുജിത് സുന്ദറിനോടും ഒരുമിച്ച് നിർത്തിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, വളരെ സീരിയസ് ആണ്, കാരണം മഞ്ജു എനിക്ക് എന്താ പറയുക ഒരു കുഞ്ഞു പെങ്ങൾ പോലെയാണ്. അപ്പോൾ അവളുടെ കുട്ടികളെയും ഇതൊന്നും മാറിയിട്ടുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വളരെ സീരിയസ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. മഞ്ജുവിനോട് ചോദിച്ചു ഇങ്ങനെ തിരിച്ചും എങ്ങനെയാണ്, അപ്പോൾ അവൾ ഇഷ്ടമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരും വളരെ സീരിയസ് ആയിരിക്കണം സംഭവം, അത്രേ ഉള്ളൂ നിർബന്ധം, എങ്കിൽ ഞങ്ങൾ മാക്സിമം സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും സുജിത് സുന്ദറുമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇടനിലക്കാരൻ. അല്ല, ഇതിൻ്റെ ഒരു ടു ബി ഫ്രാങ്കായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് മാരേജ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും കോൺഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യേട്ടനും സാറും ഒക്കെ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു വിഷയത്തിൽ തലയിടുകയും സീരിയസ് ആണോ നോക്കുകയും അങ്ങനെ ഒരു ക്രിയേഷൻ വന്നത് അതുകൊണ്ട്. അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് എക്സ്ട്രീംസ് എൻ്റെ കണ്ണിൽ. സുജിത്ത് വളരെ പക്വതയുള്ളൊരു വ്യക്തിയും വളരെ സീരിയസും കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളുമാണ്. നേരെ മറിച്ചാണ് മഞ്ജു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചേട്ടാ ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നേരെ തിരിഞ്ഞോ? അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ജീവിതത്തിൽ പിന്നെ ഒരു സക്സസ് ആണത്. കാരണം രണ്ടുപേരും കളിക്കുട്ടികളാവുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. ഒരാൾ കുറച്ച് സീരിയസ് ആവുന്നതാണ് കുറച്ചുകൂടി ഒരു നല്ല ദാമ്പത്യത്തിന്, അല്ലേ? വല്ല മണ്ടത്തരമൊക്കെ പറയുകയോ കാണിക്കുകയൊക്കെ ചെയ്താലും കുറച്ച് പക്വതയോടുകൂടി സുജിത്തിന് അത് ഹാൻഡിൽ ചെയ്യാമല്ലോ, അല്ലേ? മണ്ടത്തരം ഒന്നും കാണിക്കാറില്ല ചേച്ചി. ഞാൻ എല്ലാം വളരെ സാറ് പറഞ്ഞ പോലെ ഈസി മട്ടിൽ ഒരു ഇതാകും. പക്ഷേ ബാക്കിയുള്ള എൻ്റെ അങ്ങനെ ഈസി മട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ എന്താ പറയുക, ഈവൻ ഫീസ് ഉൾപ്പെടെ ഞാൻ കോളേജ് അഭിനയത്തോടൊപ്പം കോളേജ് പഠിക്കുന്നുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി അവിടെ ഫീസ് അടയ്ക്കാൻ ക്യൂ നിന്നിട്ടുണ്ട്. ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് ക്യൂ നിന്ന് എൻ്റെ ട്യൂഷൻ ഫീസ് ആണെങ്കിലും എല്ലാം വളരെ എന്താ പറയുക മെച്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. എല്ലാവരോടും വളരെ ഹാപ്പി ആയിട്ട്, ഈവൻ ഡയറക്ടർ തൊട്ട് പ്രൊഡക്ഷനിലെ പിള്ളേർ വരെ ഞാൻ ഒരുപോലെ കണ്ട് ഹായ് എപ്പോൾ എത്തി, ഹായ് മച്ചു എന്ന് അങ്ങനെ ഒരു ലെവലായിരുന്നു ഞാൻ. അപ്പം എല്ലാവരും ഒരു ഫ്രണ്ട്ലി ഒരു ഇതാണ്. അല്ലാതെ ഞാനൊരു കുട്ടിക്കളി എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം ചേട്ടനോട് ഒക്കെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പോനാൽ പോകട്ടും എന്ന് പറഞ്ഞ ഒരു മൈൻഡായിരുന്നു. സുജിത്ത്, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും ഇങ്ങനെ സ്ലിപ്പായി പോകുന്നു. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് പ്രണയം തോന്നി, എന്താണ് പ്രണയം? ഞാനിവിടെ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ചേച്ചി. ഞാനിവിടെ ഇപ്പം എനിക്കും കൂടെ അറിയാലോ ഇപ്പം എവിടെ വെച്ചാണ് എന്നോട് പറയുന്നത്. പ്രണയം മഞ്ജുവിനോടുള്ള പ്രണയം അല്ല സാർ, എൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ, പറയൂ. പ്രണയം ഇല്ലേ? ഉണ്ടായിരുന്നു, ഇല്ലാതില്ല. പ്രണയം ഉണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു സാറിൻ്റെ ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു. ഇഷ്ടക്കൂടുതൽ എന്നുള്ള ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം ബഹുമാനക്കൂടുതലായിരുന്നു. ചെയ്യുന്ന വർക്ക് വളരെ ആത്മാർത്ഥതയോടും വളരെ സിൻസിയറായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അതിനോടൊരു ഇഷ്ടമായിരുന്നു ആദ്യം. അത് വളർന്ന് തിരിച്ച് പേഴ്സണലിലേക്കൊരു ഇഷ്ടമായി എന്നുള്ളതാണ് സത്യം. പിന്നെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം. ഒന്ന്, എല്ലാ സംഗതികളെക്കുറിച്ചും കോൺഷ്യസ് ആണ്. ഈ പറഞ്ഞത് ശരിയാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടും, പക്ഷേ എല്ലാത്തിനെ കുറിച്ചും നല്ല കോൺഷ്യസ് ആണ്. സോ അതൊരു ലൈഫിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി കുറച്ച് കെയറിങ് ആണ്. സോ അതും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ പറയാതെ വയ്യാന്നായി അങ്ങനെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചെയ്യും. അത് പറയുമ്പോൾ എപ്പോഴെങ്കിലും മഞ്ജുവിൻ്റെ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചോ? ഇത് ഉറപ്പായിട്ടും ചിന്തിച്ചു. വീട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊന്നും ചിന്തിച്ചില്ല? വീട്ടിലെന്തായാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരല്ല എന്നുള്ളതിനാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അത് ഡൈവോഴ്സ് അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഒരു വലിയ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സില്ലി മാറ്റർ അല്ലേ. പിന്നെ അതിനെ നമ്മൾ പൊക്കി പിടിച്ച് വലുതാക്കി അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് തോന്നി. അങ്ങനെയായിരുന്നു. ഞാനത് അച്ഛനോടും അമ്മയോടും ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് പറഞ്ഞത്. എനിക്കിങ്ങനെയാണ് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞിരുന്നല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഡൈവോഴ്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താ പേടിക്കാനുള്ളത്? ഇത്രയും വളരെ കുറച്ച് വാക്കുകൾ ആ ഒരു സംഗതി ചെയ്യുന്നു. എൻ്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ അച്ഛനും ഈ ഒരുപാട് സംസാരിക്കാറില്ല. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ടൊരു ജീവിതം ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണത്. മഞ്ജുവിൻ്റെ അമ്മയ്ക്ക് പക്ഷേ കുറച്ച് വിഷമം പേടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അതുണ്ടാവില്ല ചേച്ചി. എനിക്ക് ഒരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഒരു അമ്മയായപ്പോൾ, ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയാകുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്നതിനെക്കാട്ടിലും ഒരു പക്ഷേ കൂടുതൽ, എൻ്റെ അച്ഛനെക്കാട്ടിലും കൂടുതൽ വിഷമിച്ചതും പേടിയും ഒക്കെ അമ്മയ്ക്കായിരുന്നു. ഗോപി സാറിനെ വിളിച്ച് ഒരുപാട് സംസാരിക്കുകയും കരയുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കുന്നു പറഞ്ഞൊരവസ്ഥയായിരുന്നു. ഈ ഒരു വിഷയം പുറത്തു വന്നപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഏട്ടനോട് ചോദിച്ചു, വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ? അങ്ങനെയാണ് എന്നോടും വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഏട്ടൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. കല്യാണം അതെ, പ്രണയത്തിനൊക്കെ യഥാർത്ഥത്തിൽ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ സമൂഹത്തിലുള്ളവർക്ക് എന്താണ് ഈ അസൂയ സമൂഹത്തിനാണ് പ്രശ്നം. ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നെങ്കിലുള്ള പ്രശ്നം. അല്ല, ഇത് അവർ മനസ്സിലാക്കുന്നില്ല. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ വന്ന് എന്നോട് പറയില്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് പറയില്ലേ? ഞാൻ പറയില്ല ഏട്ടാ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അവരിങ്ങനെ ഏട്ടൻ കൊണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ ഏട്ടനോടും ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആളെ കിട്ടിയോളോ കല്യാണം കഴിക്കാൻ, വേറെ ആരും കിട്ടില്ലേ നിനക്ക് എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊക്കെ സ്വാഭാവികം. പിന്നെ പക്ഷെ അതേസമയം പേഴ്സണലി ഉള്ളിലൊരു സുജിത്ത് ആദ്യമായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മഞ്ജുവിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം ഏട്ടനോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. ഏട്ടൻ്റെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോകാൻ തന്നെ കാരണം അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജിയുടെ പുറത്താണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ വിളിച്ച് പറയണം. എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇല്ല, എനിക്കിപ്പോഴും എനിക്ക് അമ്മയെ തന്നെയാണ് വിശ്വാസം. അതിനും പഴി ഒരുപാട് കേട്ടത് ഞാനാ. ഇവര് പോയി ഇവളുടെ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ കാണുന്നു. ഞാൻ അമ്മയെന്നും എന്നെ മോനെയൊന്നും എപ്പോഴും വിളിക്കുള്ളൂ. അതെ, അനിയൻ്റെ പേര് മനുവെന്ന. മനുചേട്ടൻ എന്നെ തൊട്ട് 2-3 ദിവസം മുമ്പൊക്കെ ശരിക്കും പറഞ്ഞ അമ്മയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ പറ്റി സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവരെ വിട്ടു. ബാക്കി പഴി മുഴുവൻ എനിക്ക്.
അല്ല, അപ്പോൾ ശരിക്കും അമ്മയ്ക്ക് ഒട്ടും സമ്മതമില്ലായിരുന്നു? അല്ല, ഇത് ആദ്യം ആലോചിച്ച് ഞങ്ങളുടെ ജാതകവും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്ത് നോക്കി, എല്ലാം ഫിക്സ് ചെയ്തൊക്കെ ഏകദേശം ഡേറ്റ് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല ജാതകത്തിൽ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. കാരണം ഈ പറഞ്ഞ പോലെ കുറേ കുത്തിത്തിരിക്കുകളും കുറേ ഈ പറഞ്ഞ പോലെ കുറേ ഞാനാണ് പറയാൻ വന്നത്, കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് പേടിയായി. രണ്ടാമതിന് ഒരാളുടെ ഇതിൽ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കളെ നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ഇനിയൊരു ലൈഫ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ആ സമയത്ത് എനിക്ക് സ്നേഹം, പ്രണയം എന്നതിനോടൊപ്പം തന്നെ ഈ ഫീൽഡ് ആ സമയമായപ്പം ഈ ഫീൽഡിൽ എല്ലാവരും പറഞ്ഞു സുജിത്തും മഞ്ജുവും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു, അവർ തെറ്റുന്നു, അങ്ങനെയുള്ള ഒരു ഇതായി. അപ്പോൾ ഒരു വാശിയും കൂടെ എനിക്കുണ്ടായിരുന്നു. കാരണം ഇനിയൊന്ന് എനിക്ക് നഷ്ടപ്പെട്ടാൽ ഈ സമൂഹം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുന്നുള്ള ഒരു ഇതാണ്. നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല ആൾക്കാർ. അപ്പോൾ ആ ഒരു വാശിയും ഇതും കൂടെ കൊണ്ടാണ്. കാരണം ഇനി ജീവിക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ്റെ കൂടെ എന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പോകാനുള്ള മെയിൻ കാരണം ഇതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എനിക്ക് ഒരാളുടെയെങ്കിലും സപ്പോർട്ട് വേണം. അങ്ങനെ അമ്മ എന്നെ പാലക്കാട് നിന്ന് വിളിച്ചിട്ട്, കുഴപ്പമില്ല കുട്ടി, പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ആയില്ല, അവൻ പറയണ പോലെ ചെയ്തു എന്ന അമ്മ പറഞ്ഞപ്പോഴാണ് ഏട്ടനുമായിട്ട് ശരി. ജാതി, മതം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ല, അതൊന്നുമില്ലായിരുന്നു. ഒരു അല്ല, പക്ഷേ ഒന്നും നോക്കാറില്ല. നോക്കിയിട്ടില്ല. എനിക്ക് സത്യമേ, ഞാൻ ഏട്ടനെ സ്നേഹിക്കുമ്പോൾ ഏട്ടൻ്റെ ജാതി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അച്ഛനോട് ചെന്നിട്ട് കാരണം ജാതി എനിക്കറിയില്ല, എന്താ ജാതി എന്നറിയില്ല. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അപ്പോൾ അച്ഛൻ്റെ പേര് സദനം വാസുദേവൻ എന്നാണ്. അപ്പോൾ എനിക്ക് അറിയില്ല, സദനം വാസുദേവൻ കലാമണ്ഡലം എന്നൊക്കെ പറയും പോലെ. ചാച്ചാ, അച്ഛൻ്റെ പേര് വാസുദേവൻ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല ചോദിക്കുന്നത്, ഞാൻ വെറുതെ ചോദിച്ചാണ്. അച്ഛാ, വാസുദേവൻ എന്ന് മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ പേര്. അച്ഛനിങ്ങനെ ഇരിക്കണമെങ്കിലും അച്ഛനത് അമ്മയത് കേട്ടോ, ഭയങ്കര ഹ്യൂമർ സെൻസ്. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇടയ്ക്ക് വരെ വെടിപെട്ടിക്കും. അതുകൊണ്ട് അച്ഛൻ പറയില്ല, വാസുദേവ കുമാരൻ എന്നാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഏട്ടൻ പറഞ്ഞു, അച്ഛാ പറയരുത് കേട്ടോ, അവള് നമ്മുടെ കാസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അച്ഛൻ ചെണ്ട കൊട്ടും, സദനം വാസുദേവനാണ് അദ്ദേഹത്തിൻ്റെ പേര്. തായമ്പക കഥകളി അത്തരം. അപ്പോൾ ഈ ചെണ്ട കൊട്ടുന്നവരൊക്കെ മാരാർന്നൊരു സാധാരണ ഇതിലൊരു വിചാരമുണ്ട്. അപ്പോൾ ഇപ്പോഴോ കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാരാർമാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. കുറേ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പ്രണയിച്ചൊക്കെ വിവാഹം കഴിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഇപ്പോഴും നാളെ നിങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? പറയരുത്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഉറപ്പായിട്ടും ഞാൻ ആ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒളിച്ചോടുന്നതിനോട് ഞാൻ യോജിക്കുള്ളൂ. ചെലവില്ലാതിരിക്കാനാണോ? പൈസ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ. ഞങ്ങള് പറയും, കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്കും പറയുമ്പോൾ വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തന്നെ ഒരു കൊണ്ട് വിട്ടു കൊടുക്കാം. നടത്തി തരാന്നല്ല, പോയിട്ട് സൈൻ ചെയ്തിട്ട് തന്നാ മതിയല്ലോ, ഞങ്ങൾ സ്വീകരിച്ചാൽ മതിയല്ലോ. ഇപ്പൊ മഞ്ജു മനസ്സിലാക്കുന്നുണ്ടാവും അന്ന് അമ്മ എന്ത് വേദന അനുഭവിച്ചിരുന്നു എന്നുള്ളത് ഒരു മകളാവുമ്പോഴാണ്. ഉറപ്പായിട്ടും അത് ഞാനിപ്പോൾ പറയും. കാരണം അന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ അമ്മ തന്നെയാണ് ഇന്നും. കാരണം എൻ്റെ അമ്മയ്ക്ക് ഇന്നും ഒന്ന് പുറത്തു പോകണമെങ്കിൽ പോലും ഞാൻ വേണം. അമ്മ ഇപ്പോൾ ഒന്നും ചെയ്യില്ല, അമ്മ എല്ലാം ചെയ്യും, അമ്മയ്ക്ക് വിൽപ്പൂറും കാര്യങ്ങളൊക്കെ. എങ്കിലും ഓരോ കാര്യങ്ങളും ഒരു എന്താ പറയുക, ഒരു പച്ചക്കറി വാങ്ങാൻ പോകണമെങ്കിൽ പോലും അമ്മയെ ഞാൻ കൊണ്ടുപോകണം. ആ ഒരു ലെവലിലാണ് എൻ്റെ അമ്മ. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. ഇവരൊക്കെ പറഞ്ഞ പോലെ ഭയമായിരുന്നു, എന്നെക്കുറിച്ചുള്ള ഭയം മാത്രമായിരുന്നു അമ്മയ്ക്ക് അന്ന് ഞങ്ങളുടെ കല്യാണത്തിലുണ്ടായ എതിർപ്പ്. അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അമ്മയെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് അങ്ങനെ ഒരു അവസരം വന്ന കാരണം ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്താണ് എൻ്റെ മോളാക്കിയിട്ട് പോകുന്നത്. എങ്കിൽ പോലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഞാനൊരു 25 പ്രാവശ്യങ്ങളിൽ വിളിച്ചിട്ട് അവൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്താണ് ഞാൻ നിൻ്റെ മോളെ നന്നായിട്ട് നോക്കാൻ? അതെല്ലാം ഞാൻ വെറുതെ വിളിച്ച് ചോദിച്ചോളൂ. അതൊരു ടെൻഷനാണ്. ഒരു അമ്മ നോക്കില്ല എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ പോയപ്പോൾ എൻ്റെ അമ്മ എന്ത് ടെൻഷൻ അടിച്ചു. ഒരു തമാശ ചോദ്യം സുജിത്തിനോട്. നേരത്തെ പറഞ്ഞ മാതിരി മുല്ലപ്പൂ ഒന്നും ചൂടിയില്ലെങ്കിലും രാവിലെ കോഫി ഒന്നും ഇട്ട് തരില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? അല്ല, ഇട്ട് തരാതിരിക്കൊന്നുമില്ല കേട്ടോ, ഇനി നാളെ മുതൽ അതിലുണ്ടോ. എങ്കിൽ കൂടി നല്ല ഭാര്യയാണ്. അതെ, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. മഞ്ജു പറയരുത്, ഞാൻ പറഞ്ഞില്ല അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഷീസ് ഗുഡ്. ഓക്കേ, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഐ കാൻ അഡ്ജസ്റ്റ്. ഞാൻ ഒരിക്കലും എല്ലാം പെർഫെക്റ്റ് ആയ ഒരാളാണ് ഞാൻ പറയുന്നത്. അത് കള്ളമായി പോയി. ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് പറയുന്ന ഒരു കള്ള ദമ്പതികളായി മാറുന്നു.
അങ്ങനെ ആവാൻ ഞാൻ ആഗ്രഹിക്കും. വഴക്ക് കൂടാറുണ്ട്? ഉറപ്പായിട്ടും നല്ല വഴക്ക് കൂടും. നല്ല വഴക്ക്. ആരാണ് വഴക്കിന് മുൻകൈ എടുക്കുന്നത്? ഞാനും എന്താ? ചില കാര്യങ്ങൾക്ക് ഞാനും ചില കാര്യങ്ങൾക്ക് മഞ്ജു ഉണ്ടാവും. ഇല്ല, ഏട്ടന് അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. നിങ്ങൾ വഴക്ക് കൂടിയിട്ട് ഇവരുടെ അടുത്ത് നിന്ന് പരാതിയായിട്ട് നിന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ ആ ഒരു അല്ല, അങ്ങനെ അവരോട് പറയാൻ പറ്റുന്ന രീതിയിൽ വഴക്കൊന്നും അങ്ങനെ അല്ലല്ല, ഉണ്ടായിട്ടില്ല. കല്യാണത്തിന് മുമ്പിലുള്ള വഴക്കുകൾ ചിലപ്പോൾ ഞങ്ങളോട് അതെ, അതുണ്ട്. പക്ഷെ കല്യാണത്തിന് ശേഷം ഇവരുണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ അത് ഏതൊരു ഭാര്യയും ഭർത്താവും പ്രണയിച്ചാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും അല്ല, അതാരും അറിയാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ പുറത്ത് അങ്ങനെ പോകാൻ പാടില്ല. അത് ഒരാൾ താന്നു കൊടുത്താൽ മതി. കാരണം ജോത്സ്യം നമ്മളെയൊക്കെ വില പോകും. നമ്മളെല്ലാം ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ മോളുടെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നമ്മൾ മറന്നുപോയി. മോളുടെ പേരെന്താ? ഇങ്ങനെ പറയാനായിട്ട് വ്യഗ്രത കൊണ്ടിരിക്കുകയാണ്. മോളുടെ പേരെന്താ? ദയ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 4th. പറ, അച്ഛനാണോ നല്ലത് അമ്മയാണോ നല്ലത്? രണ്ടുപേരൊന്നും പറയരുത്, ഒരാളുടെ പേരെ പറയാം. അവിടുന്ന് സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നു. ആരാ നല്ല ഫ്രണ്ട്? അച്ഛനാണോ നല്ല ഫ്രണ്ട്? ദയയുടെ ഫ്രണ്ട് ആരാ? അച്ഛനാണോ അമ്മയാണോ? ഞാൻ അങ്ങനെ ചോദിക്കാം. അമ്മയാണോ? സാധാരണ പെൺകുട്ടികൾ അച്ഛനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറയാ. അതിന്റെ ഇടയ്ക്ക് എന്ത് പറ്റി? എന്തിനാ അച്ഛൻ സാധാരണ എന്തിനാ വഴക്ക് പറയാ? എന്റെ അതേ സ്വഭാവമാണ്, പഴയ സ്വഭാവം. TV കാണുമ്പോ കുറച്ചോട്ടിരിക്കുക. അതുള്ളത് കൊണ്ട് അത് കുറച്ചോട്ടെ. പക്ഷെ അതിനോടൊപ്പം വെറുതെ സൈക്ലിങ്ങോ അല്ലെങ്കിൽ നടക്കോ എന്തെങ്കിലും. എന്താ അറിയാം, പണ്ടത്തെ കുട്ടികളൊക്കെ നമ്മളെ കുട്ടിയായിരുന്നപ്പോ കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓടിച്ചാട്ടൊന്നും കയറാനൊക്കെ. അപ്പൊ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, മരത്തിൽ കയറി പൊക്കോളും അതൊക്കെ കഴിക്കുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ കഴിച്ചവിടെ ഇരിക്കും, പിന്നെ അങ്ങ് പോകും. ആരോഗ്യത്തെ ബാധിക്കുന്നുള്ളതാണ്. കാരണം 2 ഫാമിലിയിലും ഡയബറ്റീസും കൊളസ്ട്രോളും BP ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് നമ്മൾ പുറത്ത് പോകുന്ന ഇഷ്ടമല്ല, എല്ലാം ജീവനും പോയി. അതെ, പക്ഷേ നമുക്കൊക്കെ പുറത്ത് ആരെങ്കിലും എവിടെയെങ്കിലും പോകണമല്ലേ? ഇതൊന്നുമല്ല. എന്റെ കാഴ്ചകൾ കാണാൻ, പുസ്തകം വായിക്കാൻ അതൊന്നും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. വായന ഒന്നുമില്ല. മോൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഗേൾസ് ആണോ ബോയ്സ് ആണോ കൂടുതൽ ഫ്രണ്ട്സ്? ബോയ്സ് ഫ്രണ്ട്സ് ഇല്ലേ? നുണ പറയണ അച്ഛൻ പറയണോ ബോയ്സ് ആണോ? അച്ഛൻ പോയതുകൊണ്ടാണ്. മോക്ക് ബോയ് ഫ്രണ്ട് ഇല്ലേ? അയ്യേ ഉണ്ടല്ലോ, വേറെ ഒരു ദിവസം വന്ന് പറഞ്ഞു, എനിക്ക് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് പറഞ്ഞ് ഞാൻ ചോദിച്ചു വന്നപ്പോ എന്താ സംഭവം എന്നറിയോ? LKG പഠിക്കുന്ന ഒരു കുട്ടിയാ. അപ്പൊ അതാണ് ബോയ് ഫ്രണ്ട്. അതെന്താ ബോയ് അല്ലേ, എന്താ എന്റെ ഫ്രണ്ട് ആയിക്കൂടെ എന്നാ ചോദിച്ചോട്ടെ. അതെ, ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ പ്രായ വ്യത്യാസം ഒന്നുമില്ല. ബോയ് ഫ്രണ്ട് ഒക്കെ ആകാം കേട്ടോ, അതൊന്നും തെറ്റൊന്നുമില്ല. ചേച്ചി എന്നെ കൊണ്ട് ഇത്രയൊക്കെ ആൺകുട്ടികളാണ്. അത് ഞാൻ കണ്ടു ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും. എന്താ കയ്യിലെന്തോ ഇട്ടിട്ടുണ്ട്, ഊതി വെച്ചിട്ട് പോണം, ഊതി വെച്ചിട്ട് പോയി. എന്തോ അവൻ എന്തോ ഇങ്ങനെ ചുറ്റി എന്തോ ഇട്ടിരിക്കോ, അതോ മുടി എന്തോ ചെയ്ത് പോകും. എന്റെ മകൻ പറഞ്ഞത് അവൻ എന്തായാലും അന്യമതത്തിലുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കും, എന്നിട്ട് അവൻ ഈ പരിപാടിയിൽ വന്ന് എനിക്കെതിരെ